5 കിലോമീറ്റർ ഉണ്ട്. അത് കാട്ടിനുള്ളിലൂടെയാണ്. ഞങ്ങൾ ബാംബു റാഫ്റ്റിങ്ങിനായിട്ട് പോവാണ്. കണ്ടോ അഞ്ജലി എത്ര ചെറുതാണ് ഇത്രയും വലിയ ടീക്കും മരത്തിന്റെ മുന്നിലെന്ന്. നല്ല സൈറ്റിംഗ് കിട്ടിയായിരുന്നു വൈകുന്നേരം. ഈ റോഡിൽ തന്നെ ടൈഗറിനെയും ലെപ്പേർഡിനെയും കണ്ടു. വെള്ളം കുറച്ച് മുകളിലേക്ക് പൊങ്ങും. അപ്പം മുതലെല്ലാം റോഡിലേക്ക് ഇറങ്ങി വരാറുണ്ട്. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ പിറകെ കണ്ടാൽ മനസ്സിലാവും പറമ്പിക്കുളം ടൈഗർ റിസർവ് ഫോറസ്റ്റിലാണ്. അതായത് കേരളത്തിൻ്റെ അഭിമാനമായ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഫോറസ്റ്റിനുള്ളിലാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ പ്ലാനാണ് 2 ദിവസം സ്റ്റേ ചെയ്യാനായിട്ട്. ആദ്യത്തെ സ്റ്റേ ടിംബർ നൂക്ക് എന്നൊരു സ്റ്റേ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് സഫാരി, പിന്നെ ഒരു അടിപൊളി സ്റ്റേയും റിവറിൻ്റെ അടുത്തുള്ള സ്റ്റേയും ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ആയ ഒരു പാക്കേജാണത്. അപ്പോൾ ആദ്യത്തെ പ്ലാനാണ് ടിംബർ നൂക്കിൽ പോയി സ്റ്റേ ചെയ്യാനായിട്ട്. അതിനുശേഷം ഇനി ഒരു ദിവസം ഉണ്ടല്ലോ, ആ ഒരു ദിവസത്തിലേക്ക് ഞങ്ങൾ ഒരു ഐലൻഡ് സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ആ ഐലൻഡിൻ്റെ പേരാണ് വെട്ടിക്കുന്ന് ഐലൻഡ്. അപ്പോൾ അതായത് കുറച്ച് ദൂരം ട്രക്ക് ചെയ്ത് ബോട്ടിലൂടെ ആ ഐലൻഡിൽ ചെന്ന് എത്തിപ്പെടണം. അതിനുശേഷം അവിടെ കുറേ ചേട്ടന്മാരുണ്ട്, ഗൈഡുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഭക്ഷണം കുക്ക് ചെയ്ത് അടിപൊളിയായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പോര് പറമ്പിക്കുളം ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ അഡ്വഞ്ചറസ് ജേർണി എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ പറമ്പിക്കുളത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. ഇവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസും. ബാബാ ജംഗിളിനകത്ത് പോവാം. I will introduce you to my audience. He's our guide. आपका नाम? कृष्णदास. Okay. मैं अंजलि, वो है अनुरंज. ഓ ശരി. ये है हमारा स्टे. कितना सुंदर है, देखिए. माय गॉड. बेस्ट पार्ट इज स्टे के सामने, हमारा कॉटेज के सामने ही हम लोग अपना कार पार्क कर सकते हैं. सो अभी हम लोग अपना लगेज रखने के लिए आए हैं. अनुराज ने डिसाइड किया पहले लगेज रखते हैं, उसके बाद फिर वापस हम लोग 5 किलोमीटर जाएंगे वो एंट्रेंस के पास and to have our lunch. അപ്പോൾ ഞങ്ങൾ ലഗേജ് എല്ലാം റൂമിൽ വെച്ചു. റൂം ടൂർ തരാം ആദ്യം. അപ്പോൾ ഇതാണ് ടിംബർ നൂക്ക്, പറമ്പിക്കുളത്തിൻ്റെ ടിംബർ നൂക്ക് എന്ന് പറയുന്ന സ്റ്റേ. ഇത് മുന്നിൽ തന്നെ ഒരു അടിപൊളി റിവറാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ അനിമൽസ് എല്ലാം വെള്ളം കുടിക്കാൻ വരും. ആൻഡ് അവിടെ ഒരു ടേബിളുണ്ട്, ചെയറുണ്ട്. എന്തൊക്കെയാണ് വ്യൂ ആയിരിക്കും അല്ലേ ഇവിടുന്ന് കാണാനായിട്ട്. ആൻഡ് ഇതാണ് റൂം. ഒരു പ്രോപ്പർ ബെഡുണ്ട് ആൻഡ് ക്ലോത്ത് വയ്ക്കാൻ ഒരു ഫെസിലിറ്റി. ആലോചിച്ച് നോക്കി, ജംഗിളിനകത്താണ് ഇൻവേർട്ടർ വരെ ഉണ്ട്. ആൻഡ് ഒരു ഫാനുണ്ട്. വാഷ്റൂം കാണിച്ചു തരാം. വാഷ്റൂം നീറ്റാണ്, ക്ലീനാണ്. വലിയൊരു വാഷ്റൂം. പേടിക്കാനായിട്ട് ഒന്നുമില്ല, ഇതെല്ലാം കോൺക്രീറ്റ് ആണ്. അതിൻ്റെ മുകളിൽ കൂടെ വുഡ് പാനൽ വെച്ചിരിക്കുന്നതാണ്. ആൻഡ് മോർ ദാൻ എനിത്തിങ് ദിസ് ഈസ് ദ വ്യൂ ഫ്രം ദ റൂം. ഇനിയുള്ള പരിപാടിയാണ്, നമുക്ക് പോവാം ലഞ്ച് കഴിക്കാനായിട്ട്. ഓൾറെഡി കുറച്ച് ലേറ്റായി. ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്നു. 1 മണിക്കാണ് ഇവിടെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി 1 മണിക്കൂർ ലേറ്റായി. അപ്പോൾ ഞങ്ങൾ റൈസ് എടുത്തു, പപ്പടമുണ്ട്, ചിക്കൻ കറിയുണ്ട്. അഞ്ജലി കഴിച്ചു തുടങ്ങി. ഞാൻ കൊള്ളാം, അടിപൊളി സ്ഥലമാണ്. ഇത് കഴിഞ്ഞ് സഫാരിയാണ്. ഓക്കെ, സഫാരി വണ്ടി അത് തന്നെയാണ്. അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് സഫാരിക്ക് പോവാം. ഇപ്പോൾ സമയം ഏകദേശം 2:30 ഞങ്ങളുടെ സഫാരി പോകാനുള്ള വണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങളാണ് ആദ്യം കയറുന്നത്. അഞ്ജലി ഓൾറെഡി അകത്ത് കയറിയിരുന്നു. अंजलि पहले सीट पकड़ा तुमने? हाँ एकदम सफारी के लिए ऑल सेट रेडी हो गया. ये पूरा बस देख रहे ना, ये हमारा ही है. ऑलमोस्ट 30 सीट्स है. बट 9 मेंबर्स ही है एक्चुअली. हाँ, तो पूरा घूम के देख सकते हैं कहीं से भी. ഇവിടുത്തെ വാൻ സഫാരി ആക്ച്വലി ഓൾമോസ്റ്റ് 3 മണിക്കൂറുണ്ട്. 8:30 വരെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഫോക്കസ് ലൈറ്റ് എല്ലാം ഉണ്ട് വാനിനകത്ത്. അപ്പോൾ ഞങ്ങളുടെ സഫാരി ഇതാ തുടങ്ങി. अंजलि दूसरा सीट ले लिया तुम? राइट साइड स्पॉटेड है सर. ഇന്നലെ നല്ല സൈറ്റിംഗ് കിട്ടിയായിരുന്നു വൈകുന്നേരം. ഈ റോഡിൽ തന്നെ ടൈഗറിനെയും ലെപ്പേർഡിനെയും കണ്ടു. Left side ഒരു ഡാം ഉണ്ട്. Left side this is a lake. So many crocodiles in the lake. അപ്പം ഞങ്ങളുടെ സ്റ്റേ ആ സൈഡിലായിട്ടാണ്. അപ്പോൾ സഫാരിക്കിടയിൽ ഇതാ ഇവിടെ വണ്ടി ബസ് നിർത്തി. അതിനുശേഷം ഡാമിൻ്റെ വ്യൂവിനായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. ഈ ഡാമിൻ്റെ പേരാണ് തൂണക്കടവ് ഡാം. ആക്ച്വലി ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, റോഡ് ടാറിൻ്റെ സ്മെല്ലില്ലേ,
അത് കുറച്ച് ഇൻറ്റൻസ് ആണ്. അപ്പം ഡാമിൻ്റെ വ്യൂ, ഈ ഡാമിൻ്റെ പേരാണ് തൂണക്കടവ് ഡാം. सब टाइगर जानवर सब जंगल से निकल के भाग जाएगा. അടുത്ത സ്പോട്ടിലെത്തി. ഞങ്ങൾ സഫാരിയിൽ വന്നു നടു ഒടിഞ്ഞ് ഗൈസ് ആക്ച്വലി. അപ്പോൾ ഇതാണ് വേൾഡ് ഫേമസ് കന്നിമര തേക്ക്. ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് 500 ഇയേഴ്സിൽ മുകളിൽ എന്താ പറയുക ഓൾഡാണ് ഈ ടീക്ക്. 150 meters ഹൈറ്റ്, ഓൾമോസ്റ്റ് ലൈക്ക് 8 meters ആണ് ഇതിൻ്റെ വിഡ്ത്ത്. എന്തല്ലേ देखो कितना बड़ा है 500 years old. യാ. എങ്ങനെയുണ്ട് അഞ്ജലി കന്നിമര ടീക്ക്? आसपास भी ठीक है. ओ भाई तो आसपास भी ठीक है. ये सब ठीक ही है. കറക്റ്റ്. ഇത് മാത്രമല്ല ഓക്കെ ടീക്ക്. ഈ കാണുന്ന എല്ലാം ടീക്ക് തന്നെയാണ്. ബട്ട് ഇത് അത്ര ഓൾഡസ്റ്റ് അല്ല. എല്ലാം ചെറിയ ചെറിയ ടീക്ക് മരങ്ങളാണ്. അഞ്ജലി പോവാണ് കന്നിമര ടീക്ക് ടച്ച് ചെയ്യാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ടച്ച് ചെയ്യണ്ടേ. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ജനിച്ച ആളാണല്ലേ. ഓ മൈ ഗാഡ്. देखो ഈ ടീക്കിലല്ലേ ഇതിലും ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് എ അഞ്ജലിയൻ അനുരഞ്ജൻ എന്നല്ല, ഇത് വേറെ ആരോ എഴുതിയതാണ്. ബൈ ദ വേ കണ്ടോ അഞ്ജലി എത്ര ചെറുതാണ് ഇത്രയും വലിയ ടീക്ക് മരത്തിന്റെ മുന്നിലെന്ന് കണ്ടില്ലേ. അപ്പോൾ ഈ സ്പോട്ടും കവർ ചെയ്തു. ഇവിടെ നിന്ന് തിരിച്ച് ബസ് എടുക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത വ്യൂ പോയിന്റിലെത്തി. ഡാം വ്യൂ പോയിന്റ് എന്നാണ് കണ്ടോ. അപ്പോൾ ഞങ്ങൾ തേർഡ് വ്യൂ പോയിന്റിലെത്തി. ഡാം വ്യൂ പോയിന്റ് എന്നാണ്. അവിടെ ഒരു ഡാം ഉണ്ട്, അതിന്റെ വ്യൂ ആണ് കാണിച്ചു തരാം നിങ്ങൾക്ക്. സഫാരി ബസ് ഒരു പാടാണ് ഗൈസ്. റോഡില്ലല്ലോ, അതുകൊണ്ട് ഈ ബസ്സിൽ കയറി വരുമ്പോഴത്തേക്ക് നടു മൊത്തം ഓടിയും. പക്ഷെ കൊള്ളാം, ഒരു എക്സ്പീരിയൻസ് ആണ്. 3 മണിക്കൂറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സഫാരി കുറച്ച് റോഡിലേക്ക് പാച്ചുകളിൽ റോഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കാഴ്ചകളെ കണ്ടു പോവാം. ഇവിടെ 1, 2, 3 ഡാം ഉണ്ട്. ആ ഡാമിന്റെ കാഴ്ചകളെ കണ്ടു പോവാം. ये एक्चुअली बैम्बू राइस है. ओके, बैम्बू राइस होने के बाद बैम्बू मर जाता है, लेकिन उसका राइस का वैल्यू 800 रुपीस पर केजी है. वो जब हिल रहा है ना तो एक आवाज आ रहा है. तो अभी हमारा सफारी का थर्ड व्यू पॉइंट में पहुंच गए हैं. इधर राइट साइड पूरा डैम का व्यू है. बाकी सब लोग उधर डैम व्यू एंजॉय कर रहा है, लेकिन हम यहाँ पे बैम्बू का साउंड एंजॉय कर रहे हैं. नेचर का साउंड बेसिकली एंजॉय कर रहे हैं. അപ്പോൾ നമുക്ക് പോവാം അടുത്ത വ്യൂ പോയിന്റിലേക്ക്. There are snacks. Oh, yes, something is small and hunting. Grey jungle ball. അടുത്ത സ്പോട്ടിലെത്തി. ലാസ്റ്റ് സ്പോട്ട് ആക്ച്വലി കിടുവാണ്. വാവ്,
ഇതാണ് പറമ്പിക്കുളം ഡാമിൻ്റെ ഒരു സൈഡിയാണ്. ഞങ്ങൾ ബാംബു റാഫ്റ്റിങ്ങിനായിട്ട് പോവാണ്. ചെമ്പാലിക്ക് അപ്പോൾ പറമ്പിക്കുളം ഡാമിൽ ഞങ്ങൾ ബാംബു റാഫ്റ്റിംഗ് ചെയ്യുകയാണ്. This boat name is Titanic. that name. Memory boat. ഇവിടെ ഒരു ബോട്ട് മുങ്ങിക്കിടപ്പുണ്ട്. അയ്യോ, അങ്ങനെ ബാംബു റാഫ്റ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ തിരിച്ചെത്തി. ഇനി ഇവിടെ എന്താ പറയുക, ടീ കോഫി ഉണ്ട്. കൊള്ളാമല്ലേ ഈ സെറ്റപ്പ്? കാട്ടിനുള്ളിൽ ഒരു ആഫ്രിക്കൻ സഫാരിയുടെ വൈബുണ്ട്. അങ്ങനെ ബാംബു റാഫ്റ്റിംഗ് ചെയ്ത് ഞങ്ങളിതാ തിരിച്ച് ആ സ്പോട്ടിലെത്തി, പോയ സ്പോട്ടിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ കോഫി റെഡി ആയിട്ട് ഒരു ആഫ്രിക്കൻ സഫാരി വൈബ് ഉണ്ടായിരുന്നു ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു അഞ്ജലി സഫാരി അല്ല ബാംബു റാഫ്റ്റിംഗ്? बैम्बू राफ्टिंग मेरा वन ऑफ द बकेट लिस्ट में था, लेकिन मुझे खुद से रो करना है. सो बैम्बू राफ्ट करने टाइम ना बहुत ही सूदिंग लगता है. पता नहीं कुछ तो डिफरेंस है. ആ സൗണ്ട് ഇല്ലേ, ആ സൗണ്ട് ആക്ച്വലി ഭയങ്കര സൂത്തനിങ് ആണ്. അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരുന്നത് ആക്ച്വലി ഭയങ്കര റിലാക്സിങ് ആണ്. इट्स लाइक कोरकल राइड से भी ज़्यादा अच्छा बैम्बू राफ्ट लगा मुझे. ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് സ്പോട്ടിലെത്തി. ഇതാണ് പറമ്പിക്കുളം ഡാം. അപ്പോൾ ഈ കാണുന്ന മലയില്ലേ, ഇതാണ് ഹയസ്റ്റ് പീക്ക് ഓഫ് പറമ്പിക്കുളം. അപ്പോൾ ഇതിൻ്റെ പേരാണ് കരിമല. സോ ഇന്നത്തെ അവസാനത്തെ ആക്ടിവിറ്റിയാണ് ട്രൈബൽ ഡാൻസ്. അതിനായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഇവിടെ. रात को हम लोग सफारी से वापस जा रहे हैं. उस वक्त हम लोगों को सांबर डियर मिला है. സഫാരി കഴിഞ്ഞ് ഇപ്പോൾ ഓൾമോസ്റ്റ് 8:30 ഞങ്ങൾ തിരിച്ച് ഇതാ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ വന്നു. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാം. ഡിന്നർ കഴിച്ച് തിരിച്ച് ഞങ്ങൾ വീണ്ടും കാട്ടിലൂടെ പോകണം. അപ്പോൾ ആദ്യം ഡിന്നർ കഴിക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. ഫ്രൂട്ട് സലാഡ് ഉണ്ട്, ഇത് ചിക്കൻ കറിയാണ്. ഞാൻ ഒരു ചപ്പാത്തി എടുത്തു, റൈസ് എടുത്തു. അതുപോലെ തന്നെ അഞ്ജലി ഇത് ഓൾറെഡി കഴിച്ചു തുടങ്ങി. അപ്പോൾ ഇനി കഴിക്കട്ടെ, കഴിച്ചിട്ട് ബാക്കി വിശേഷം പറയാം. ആക്ച്വലി ഞങ്ങളുടെ നൈറ്റ് സഫാരി ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. ബേസിക്കലി ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങളുടെ റൂം വരെ പോകാനായിട്ട് 5 കിലോമീറ്റർ ഉണ്ട്. അത് കാട്ടിനുള്ളിലൂടെയാണ്. അനിമൽസിനെ കാണാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ പോര് നമുക്കിത് നോക്കി നോക്കാം എത്രമാത്രം അനിമൽസിനെ കാണാൻ പറ്റുമെന്ന്.
ഞങ്ങളങ്ങനെ തിരിച്ച് ടിംബർ നൂക്കിലെത്തി, റൂമിലെത്തി. അപ്പോൾ അഞ്ജലി ടോർച്ച് അടിച്ച് അനിമൽസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഇവിടെ ആക്ച്വലി ഫോറസ്റ്റ് ഏരിയയാണ്. ഇപ്പോൾ ഒരു അനിമൽസിനെയും കാണാനില്ല. നോക്കാം നമുക്ക്. ഈ ഇരിക്കാനുള്ള ഏരിയയിൽ ഇത് ആക്ച്വലി അടിപൊളിയാണ്. വൈകുന്നേരം ഇവിടെ വന്നിരിക്കാനായിട്ട് ഈ വ്യൂവും കണ്ട് ടോർച്ചടിച്ച് കാണിച്ചേ. രാവിലെ 6:30 റൂമിൽ നിന്ന് പുറത്തുള്ള വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇന്നലെ രാത്രി ഞങ്ങൾ ഡിന്നറിന് ശേഷം റൂമിൽ വന്നിട്ട് പീസ്ഫുള്ളായിട്ട് കിടന്നുറങ്ങി. കുറച്ച് നേരം അനിമൽസിനെയൊക്കെ നോക്കി, ബട്ട് ആരെയും കണ്ടില്ല. ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ആക്ച്വലി അനിമൽസിൻ്റെ നല്ല ശബ്ദമുണ്ട്. ബട്ട് ഞങ്ങൾ നിൽക്കുന്ന സ്റ്റേയും ആ സ്ഥലവുമായിട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. സൂര്യൻ ഉദിച്ചു വരുന്ന വെളിച്ചത്തിൽ ആ മരങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഞങ്ങൾ നിൽക്കുന്ന സ്റ്റേയുടെ 4 സൈഡും ആക്ച്വലി ഇതുപോലെ നടക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ പുറത്ത് അനിമൽസ് വന്ന് നിന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതുപോലെ ചുറ്റും നടക്കാം. അപ്പോൾ അനിമൽസിന് വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാണാൻ പറ്റും, സ്പോട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആക്ച്വലി പറമ്പിക്കുളം ഫെബ്രുവരിയാണ് വന്നത്. ഞങ്ങളോട് ഗൈഡ് പറഞ്ഞ് അറൗണ്ട് മാർച്ച് ഏപ്രിൽ ടൈമിൽ വരികയാണെങ്കിൽ ഈ അനിമൽസിനെ ഇനിയും ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റും. കാരണം മാർച്ച് ഏപ്രിലാകുമ്പോൾ കുറച്ചൊരു ഡ്രൈ സീസണാണ്. അപ്പോൾ അനിമൽസ് എല്ലാം ഈ റിവറിൻ്റെ അടുത്ത് വെള്ളം കുടിക്കാനായിട്ട് വരും. അപ്പോൾ ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റും. അതുമല്ല മഴക്കാലം ആകുമ്പം അറൗണ്ട് ജൂൺ ജൂലൈ ടൈം ആകുമ്പോഴത്തേക്കും ഈ റിവറിലെ വെള്ളം കുറച്ച് മുകളിലേക്ക് പൊങ്ങും. അപ്പം മുതലെല്ലാം റോഡിലേക്ക് ഇറങ്ങി വരാറുണ്ട്. നടന്നു പോകുന്നവർക്കും മുതലേ കാണാൻ പറ്റും എന്നാ ഗൈഡ് പറഞ്ഞത്. പറമ്പിക്കുളത്തെ ടിംബർ നൂക്ക് സ്റ്റേയോട് വിട പറയാൻ സമയമായി ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ സഫാരി എക്സ്പീരിയൻസും ടിംബർ നൂക്ക് സ്റ്റേയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ പറമ്പിക്കുളത്ത് ഇനി ഒരു കിടു സ്റ്റേ ഉണ്ട്. ആ സ്റ്റേ എടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.